ശ്രീ ആനന്ദ്, അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. പ്രതീക്ഷിച്ചിരുന്നോ? 3 പുരസ്കാരങ്ങളാണ്. ഇല്ല, 3 പുരസ്കാരങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മള് ഇങ്ങനെയൊക്കെ ഇങ്ങനെ സിനിമയ്ക്കൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഹിന്ദി കേട്ടു. പക്ഷെ അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ എസ്പെഷ്യലി 3 ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭയങ്കര സന്തോഷം. എങ്ങനെ ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് എത്തി? ഇത് പ്രമേയത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു കോർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയ് ഫോർട്ടാണ്. കാരണം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന 13 പേരിൽ 11 പേരും ഞങ്ങളൊരു 20-22 വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ഞങ്ങളൊരു ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിലെ ആക്ടേഴ്സ് ആയിരുന്നു, വിനയ് ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങളൊരു യാത്ര പോയപ്പോ വിനയ് ആണ് എന്നോട് ചോദിച്ചേട്ടാ, നിനക്ക് ഇവരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുമോ? കാരണം അവരെല്ലാവരും ജീവിതത്തിൽ ഒരു ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നാടകക്കാരാണ്. അപ്പൊ ഇവരെ സിനിമയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വിനയുടെ ആഗ്രഹത്തിന്റെ മുകളിലാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പൊ വിനയ് എന്നോട് ഇങ്ങനെ സിനിമ എഴുതാൻ പറ്റുമോ? ഞാനപ്പോ വേറൊരു സിനിമ എഴുതുമായിരുന്നു. അത് നിർത്തിയിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ അന്ന് അത് ഒരുപക്ഷെ എല്ലാവരുടെയും ഒരു 10-12 പേരുടെ ഒരു സൗഹൃദത്തിന്റെ സ്വപ്നമായോണ്ടായിരിക്കണം അന്ന് എഴുതാൻ തീരുമാനിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഈ സിനിമ നടക്കുകയായിരുന്നു. പെട്ടെന്ന് എഴുത്ത് തീരുകയും അതിലേക്കൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വരികയും അത് സിനിമയാവുകയും ചെയ്തത് അങ്ങനെയാണ്. അപ്പോ ഇതിൽ ഈ 2 താരങ്ങൾ ഒഴിച്ച് ഷാജോണും ഈ വിനയ് ഫോർട്ടും ഒഴിച്ച് ബാക്കി എല്ലാവരും അല്ലേ കാണാത്ത താരങ്ങളാണ്? ഷാജോണും എക്സാക്ട്ലി ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഈവൻ നായിക ഉൾപ്പെടെ പുതിയ ആൾക്കാരാണ്. അതിനകത്ത് 7-8 പേര് ആദ്യമായിട്ട് ഒരു ഫിലിം സെറ്റിൽ പോകുന്നത് പോലും ആട്ടത്തിന്റെ ആയിരുന്നു. അതുകൊണ്ട് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഞങ്ങളൊരു 35 ദിവസം റിഹേഴ്സൽ ഒക്കെ ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത് തന്നെ. അപ്പോ നായികയാണ് ഓഡിഷൻ ചെയ്ത്. കാരണം ഈ നായിക കഥാപാത്രം ജെറിൻ, സിനിമ കണ്ടവർക്കറിയാം, ജെറിൻ ആണ് ഇതിന്റെ സെൻട്രൽ ക്രക്സ് എന്ന് പറയുന്നത് ജെറിൻ ആണ്. ജെറിന്റെ ഒരു ഫിനോമിനൽ പെർഫോമൻസ് ആണ് ഈ സിനിമയില്. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു സിനിമയാണ്. അതിയായ സന്തോഷം. 3 പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇനി അങ്ങോട്ട് എന്താണ് അടുത്ത പ്രോജക്റ്റ്? എന്താണ് അടുത്തത്? ഒരു ലവ് സ്റ്റോറിയാണ്. അതിന്റെ എഴുത്ത് നടക്കുന്നു. അതിങ്ങനെ മിഡ്വേ ആയിട്ടുള്ളൂ, പകുതി വഴി ആയിട്ടുള്ളൂ, എഴുത്ത് നടക്കുന്നു. എല്ലാ ആശംസകളും ആനന്ദ്.